അയ്യ വണക്കം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം വരികയാണെന്ന് വിചാരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ പറഞ്ഞതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചിലവേറിയ ഒരു കാര്യമാണ് യുദ്ധം എന്ന് പറയുന്നത്. ഇന്ത്യക്ക് പാകിസ്ഥാനിലേക്ക് ഒരു മിസൈൽ അയക്കണമെങ്കിൽ തന്നെയും 20,000 കോടിയോളം രൂപ ചിലവ് വരും. ഈ 20,000 കോടി രൂപ ചിലവ് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു റഫേൽ പറത്തണമെങ്കിൽ മണിക്കൂറിന് ഇത്ര ലക്ഷം രൂപ എന്നുള്ളതാണ് ചിലവ്. ഒരു ടാങ്ക് ഒന്ന് ഉരുളണമെങ്കിൽ മണിക്കൂറിന് ഇത്ര ലക്ഷം രൂപ എന്ന് പറഞ്ഞാണ് ചിലവ്. ഇത്ര ഡോളർ എന്ന് പറഞ്ഞ രീതിയിലാണ് ചിലവൊക്കെ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ രാജ്യം സാമ്പത്തികമായി അസ്ഥിരപ്പെടും, സാമ്പത്തികമായി തകരും. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ 2 കിലോ ആട്ടയും ഒരു 10 ആംബുലൻസ് കൊടുത്ത പാകിസ്ഥാൻ്റെ സൈനികരെ മൊത്തം അടിച്ച് ചുരുട്ടാൻ കെൽപ്പുള്ളൊരു ടീമുണ്ടെങ്കിൽ ആ ടീമിനെ ആശ്രയിക്കുന്നതല്ലേ നല്ലത് എന്ന് ഇന്ത്യക്ക് തോന്നിയാൽ എന്തെങ്കിലും തെറ്റു പറയാൻ പറ്റുമോ? കാരണം ഇവിടെ 20,000 കോടി രൂപയുടെ 30,000 കോടി രൂപയുടെ മെസ്സേജോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ബ്രഹ്മോസ് ഒന്നും നമ്മൾ ഉണ്ടാക്കി അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കുറച്ച് അരിയും തവിടും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ദുരന്ത് ലൈൻ കടന്ന് അപ്പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് പാകിസ്ഥാൻ പട്ടാളക്കാരെ ആസനം വലിച്ചു കീറാൻ കെൽപ്പുള്ള താലിബാൻ സൈന്യം ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട്. അയ്യോ, ഇത് ഞാൻ പറഞ്ഞല്ലേ കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ എൻ്റെ തലയിൽ വെക്കേണ്ട. ഇത് പാകിസ്ഥാൻ പറഞ്ഞതാണ്. അതായത് ഇന്ത്യ താലിബാന് ഇതുപോലെ അരി, പൊരി, ശർക്കര, ഉണ്ട ഇതെല്ലാം എടുത്തിട്ട് കൊടുത്തുകൊണ്ട് അവിടെ താവളങ്ങൾ സ്ഥാപിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ. എന്തിനാണ്? ഇന്ത്യ പാകിസ്ഥാനെ താലിബാനെ കൊണ്ട് അടിപ്പിക്കുകയാണ് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. ഇന്ത്യ പറയുന്നുണ്ട് ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല, ഞങ്ങളങ്ങനെ ചെയ്യില്ല, ഞങ്ങളങ്ങനെ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല എന്നാണ് ഇന്ത്യ പറയുന്നത്. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ സത്യസന്ധത ഇന്ത്യ തെളിയിക്കും എന്നും ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ഇന്ത്യ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നു എന്ന് തന്നെ വിചാരിക്കുക. അതിലെന്താണ് തെറ്റ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പല രാജ്യങ്ങളും പല രീതിയിലും അവരുടെ ശത്രുക്കളെ ആക്രമിക്കാനായി പല വാർഫെയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലെ വേന്ദ്രനാണ് അമേരിക്ക എന്ന് പറയുന്നത്. അമേരിക്കയ്ക്ക് വന്ന അത് രക്തം, നമുക്ക് വന്ന തക്കാളി ചട്നി. ഇതാണ് ഇവന്മാരുടെ ഒരു ലൈൻ എന്ന് പറയുന്നത്. അമേരിക്ക ചെയ്യുന്ന അതേ കാര്യങ്ങൾ, അതായത് അമേരിക്ക സിവിലിയൻസിൻ്റെ മണ്ടയിൽ കൂടെ ബോംബിട്ട് കഴിഞ്ഞാൽ അതൊരു വാർ ക്രൈമല്ല. മറിച്ച് ഇന്ത്യയോ ഇസ്രായേലോ സിവിലിയൻസിൻ്റെ മണ്ടയിൽ കൂടെ ബോംബിട്ട് കഴിഞ്ഞാൽ അത് ഒരു വാർ ക്രൈമാണ്. ആ കാര്യത്തിലൊക്കെ ഇന്ത്യ എക്സ്ട്രാ ഡീസൻ്റാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു സിവിലിയനെ പോലും ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ നോവിച്ചിട്ടില്ല എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി പഠിക്കാൻ പല ആൾക്കാരും ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതെങ്ങനെ സാധിച്ചടേ എന്ന് പഠിക്കാനായിട്ട് പല ആൾക്കാരും ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതൊന്നാമത്തെ കാര്യം. അപ്പം നമുക്ക് തിരിച്ച് താലിബാനിലോട്ട് വരാം. അങ്ങനെ പാകിസ്ഥാൻ കിടന്ന് കുന്തളിക്കുകയാണ്. പാകിസ്ഥാൻ പറയുന്നത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇതിന് ഞങ്ങൾ ഇന്ത്യക്ക് മറുപടി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രസ്താവന ഇറക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആരാണ് വില്ലൻ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ താലിബാൻ ആക്രമണം നടത്തിയപ്പോൾ വെറും വെടിപൊട്ടിക്കൽ മാത്രമല്ല അവിടെ ഉണ്ടായത്, അല്ലെങ്കിൽ താലിബാൻ്റെ നുഴഞ്ഞു കയറിയുള്ള അടി മാത്രമല്ല അവിടെ ഉണ്ടായത്. പാകിസ്ഥാൻ പട്ടാളക്കാർ നിലവിളിച്ചുകൊണ്ട്, അതായത് പാകിസ്ഥാൻ കരസേന നിലവിളിച്ചുകൊണ്ട് പാകിസ്ഥാൻ വ്യോമസേനയോട് എത്രയും വേഗം തയ്യാറായി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അതിനു മുമ്പ് സൗദി അറേബ്യ വിളിച്ചു കാണും. കാരണം പാക് നാറ്റോ എന്ന് പറഞ്ഞൊരു കരാർ ഒപ്പിട്ട് വെച്ചിരിക്കുകയാണല്ലോ. അതായത് നിനക്ക് അടി കിട്ടിയാൽ ഞാൻ വരും, എനിക്ക് അടി കിട്ടിയാൽ നീ വരണം കേട്ടോ എന്ന് പറഞ്ഞ് കരാർ ഒപ്പിട്ട് വെച്ചേക്കണം. പാതരാത്രി അവനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവൻ കാണാം നിങ്ങൾ രണ്ടുപേരും നമുക്ക് ഒരൊറ്റ അമ്മ വെറ്റം 2 മക്കളെ പോലെയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതെങ്ങനെയെങ്കിലും പറഞ്ഞങ്ങ് സോൾവ് ആക്ക്, ഈ രാത്രി വെളുക്കും മുമ്പേ എല്ലാം സോൾവ് ആക്കി കിട്ടണം കേട്ടോ എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഫോണും വെച്ചിട്ട് കിടന്നുറങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കരസേനാ മേധാവി എന്ത് ചെയ്തു? ഈ പാകിസ്ഥാൻ്റെ എയർഫോഴ്സിനെ വിളിച്ചു. എന്തിനാണ് എയർഫോഴ്സ് വിളിച്ചത്? വെറും ഒരു ആക്രമണമല്ല താലിബാൻ്റെ അവിടെ ഉണ്ടായത്, മറിച്ച് ഡ്രോൺ അറ്റാക്ക് അവിടെ ഉണ്ടായി. താലിബാൻ നല്ല മുട്ടക്കാട്ടൻ ഡ്രോണുകൾ പറത്തി വിട്ടുകൊണ്ടുള്ള ഗംഭീരമായിട്ടുള്ള ആക്രമണമാണ് അവിടെ നടത്തിയത്. വല്ലാത്ത കാഷ്വാലിറ്റീസാണ് പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇനി ആരാണ് ഈ ഡ്രോണുകൾ താലിബാൻ കൊടുത്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പ്രധാനമായും FPV ഡ്രോണുകളാണ് അവിടെ പറന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ FPV ഡ്രോൺ എങ്ങനെ പറത്തി, ആര് കൊണ്ടുവന്നു, ഇത് ഇന്ത്യയാണ് കൊടുത്തത് എന്ന് ഇതുവരെ പാകിസ്ഥാൻ പറഞ്ഞിട്ടില്ല. പാകിസ്ഥാന് കാര്യം മനസ്സിലായി, ഇത് കൊടുത്തത് ചൈന, ഷീ ജിൻപിങ് അണ്ണൻ. അങ്ങനെ ചൈന താലിബാന് ഡ്രോണുകൾ കൊടുത്ത് പാകിസ്ഥാനെ അടുപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. FPV ഡ്രോണ് ചൈന താലിബാന് കൊടുത്തിട്ട് പറഞ്ഞു കയറി അടിയിടാന്ന് പറയും, അടിച്ച് ചുരുട്ടിടാന്ന് പറയും. അങ്ങനെ ചൈന ഇപ്പോൾ താലിബാൻ്റെ പിറകിൽ വന്നിരിക്കുന്നു. ചൈന ഇതാദ്യമായിട്ടല്ല, നേരത്തെയും ചൈന താലിബാന് ഡ്രോണുകൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഡ്രോണുകൾ ഉപയോഗിക്കാൻ പരിശീലനം കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടല്ല ഈ റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ പാകിസ്ഥാൻ താലിബാനും തമ്മിൽ അടികൂടുമ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ച റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. താലിബാൻ അല്ലാതെ തന്നെ ഡ്രോണുകൾ ഉപയോഗിക്കുന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എക്കണോമിക് ടൈംസിൽ ഒരു വാർത്ത പണ്ടേ വന്നിട്ടുണ്ട്. 2023 ചൈന പ്രൊവൈഡിങ് മോഡേൺ വെപ്പണറി ടു താലിബാൻ.
ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ന്യൂ ലൈൻസ് മാഗസീനിൽ ദ ഡ്രോൺ യൂണിറ്റ് ആൻഡ് ഹെൽപ്പ് ദ താലിബാൻ വിൻ ദ വാർ എന്ന് പറഞ്ഞ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫയർ ഫ്രം ദ സ്കൈ ദ അഫ്ഗാൻ താലിബാൻ ഡ്രോൺസ് ദ ഡിപ്ലോമാറ്റിൽ വന്ന റിപ്പോർട്ട്. അത് കഴിഞ്ഞിട്ട് അമേരിക്കൻ എൻ്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന റിപ്പോർട്ട്. ചൈന മേ പ്രൊവൈഡ് ദ താലിബാൻ വിത്ത് ബ്ലോ ഫിഷ് ഡ്രോൺസ്. അങ്ങനെ ഒരുപാട് ഡ്രോണുകൾ ചൈന താലിബാന് കൊടുത്തിട്ടുണ്ട്. താലിബാന് ചൈന ഇതാരും അറിയാതെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഇത് എല്ലാവർക്കും അറിയാം. അതായത് പരസ്യമായിട്ടുള്ള രഹസ്യമാണിത്. അങ്ങനെ താലിബാന് ചൈന ഡ്രോണുകൾ കൊടുക്കുന്നു. ആയുധം ചൈന കൊടുക്കും. ഇവിടെ നിന്ന് അരി പുരി ശർക്കര നമ്മൾ കൊടുക്കും. അപ്പോൾ അങ്ങനെ ആ ഡ്രോണുകൾ വാങ്ങിച്ചുകൊണ്ട് ഈ FPV ഡ്രോണുകൾ വഴി താലിബാൻ പാകിസ്ഥാനെ അടിച്ചു. ഇനി എന്തിനാണ് ചൈന താലിബാന് ഡ്രോണുകൾ കൊടുത്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ചൈനയും പാകിസ്ഥാനും തമ്മിൽ വളരെ വലിയ ദോസ്തുക്കളായിരുന്നു. ചൈന പാകിസ്ഥാനെ വളർത്തിക്കൊണ്ട് വരികയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കൊടുത്ത് ചൈനയുടെ $250 മില്യൺ ഒരു എയർപോർട്ടാണ് അവിടെ കിടക്കുന്നത്. എവിടെ? ബലൂചിസ്ഥാനിൽ ഗ്വാദ്വാർ തുറമുഖത്തിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ സംഭവം കിടക്കുന്നത്. ഈ ഗ്വാദ്വാർ തുറമുഖത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഈ വിമാനത്താവളം കിടപ്പുണ്ടെങ്കിലും, അതായത് ചൈന എങ്ങനെയാണോ ചൈനയുടെ രാജ്യത്ത് അത്യുജ്വലമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് വിമാനത്താവളം പണിയുന്നത്, അതേ സെയിം വിമാനത്താവളം, പക്ഷേ അവിടെ ഒരു വിമാനവും വന്നിറങ്ങുന്നില്ല എന്നുള്ളതാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ചൈനയെ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ല. അതുകൊണ്ട് $260 മില്യൺ വെള്ളത്തിൽ ഒലിച്ചു പോയി. പോരാത്തതിന് ബെൽറ്റ് ആൻഡ് റോഡ് എന്ന് പറഞ്ഞൊരു റോഡ് പാകിസ്ഥാനെ മാത്രം വിശ്വസിച്ച് ചൈന എന്ത് ചെയ്യുന്നുണ്ട്? ഇട്ടിട്ട് വരുന്നുണ്ട്. ഇതോടുകൂടി ബെൽറ്റ് ആൻഡ് റോഡിൻ്റെ കേസിൽ ഏകദേശം ഒരു തീരുമാനമായി. ഏതോടുകൂടി ഇപ്പോൾ അമേരിക്കയുടെ മുമ്പിൽ പോയി പാകിസ്ഥാൻ സാഷ്ടാംഗം പ്രണമിച്ചിട്ടുണ്ട്. വ്യോമസേനയൊക്കെ അവിടെ പടിക്കൽ വെച്ചിട്ട് സാഷ്ടാംഗം പ്രണമിച്ച് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് അസീം മുനീർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ചൈനയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ചൈനയും അമേരിക്കയും തമ്മിൽ ചകടയാണ്. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് നവംബർ 1 മുതൽ ചൈനയ്ക്ക് ഇനി 100% തീരുവയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 100 + 30, ഓൾറെഡി 30 ഉണ്ട്. അപ്പോൾ 130% തീരുവയാവും. ചൈനയാണെങ്കിൽ പൊട്ടി പണ്ടാതെ തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പോൾ എന്തിനാണ് ഡൊണാൾഡ് ട്രംപ് ഇത് ചൈനയ്ക്ക് ഇപ്പോൾ അടിച്ചു കൊടുത്തത്? ചൈനയാണ് ഈ റെയർ എർത്ത് മെറ്റൽസിൻ്റെ കുത്തക ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഉള്ള ഒരു രാജ്യമെന്ന് പറയുന്നത്. ഈ റെയർ എർത്ത് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപൂർവ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും റെയർ എർത്ത് മെറ്റൽസ്. ഈ റെയർ എർത്ത് മെറ്റൽസ് എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതെന്തിനാണ് ആവശ്യം? ഈ പ്രതിരോധ മേഖലയിൽ ഉപയോഗിക്കാവുന്ന ഒരുപാട് റെയർ എർത്ത് മെറ്റൽസ് ചൈനയുടെ ഭാഗത്തുണ്ട്. ടാങ്ക് നിർമ്മാണത്തിൽ, മിസൈൽ നിർമ്മാണത്തിലൊക്കെ ഈ റെയർ എർത്ത് മെറ്റൽസ് ചൈന അമേരിക്കയ്ക്ക് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അമേരിക്കയുടെ പ്രതിരോധ മേഖല വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അങ്ങനെ അമേരിക്കയുടെ ഈ പ്രതിരോധ മേഖല പ്രതിസന്ധിയിലാക്കിയ ചൈനയ്ക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് പറഞ്ഞ് ട്രംപ് 100% താരിഫ് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യക്ക് ചൈന റെയർ എർത്ത് മെറ്റൽസ് തരുമോ? തന്നില്ലെങ്കിലും ഇന്ത്യ അത് വേറെ വഴിയിൽ ഒപ്പിക്കും, അത് വേറെ കാര്യം. റെയർ എർത്ത് മെറ്റൽസ് ഇന്ത്യക്ക് ചൈന തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കരാറിൽ ഒപ്പുവയ്ക്കണം. എന്താണ് ആ കരാർ? ഇത് നിങ്ങൾ അമേരിക്കയ്ക്ക് കൊടുക്കരുത്. ഈ വിവരവും ഡൊണാൾഡ് ട്രംപിൻ്റെ കാതിലെത്തി. അവ അങ്ങനെ പറഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇരിക്കട്ട് 100% താരിഫ് എന്ന് പറഞ്ഞ് ചൈനയ്ക്ക് 100% താരിഫ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോഴാണ് പാകിസ്ഥാൻ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങോട്ട് നോക്കിയേ, നമ്മുടെ ബലൂചിസ്ഥാനിലുണ്ടല്ലോ, അവിടെ റെയർ എർത്ത് മെറ്റൽസിൻ്റെ ഒരു വമ്പൻ ശേഖരമുണ്ട്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് അവിടെ നിന്ന് കുഴിച്ചെടുക്കാം എന്നാണ് അമേരിക്കയുടെ അടുത്ത് പോയിട്ട് അസീം മുനീർ പറഞ്ഞത്. പോരാത്തതിന് യവന്മാർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പെട്ടിയും കിടക്കെടുത്ത് പോയപ്പോൾ അസീം മുനീറും നമ്മുടെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് അങ്ങോട്ട് പെട്ടിയും കിടക്കെടുത്ത് പോയപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണും, കയ്യിലൊരു സൂട്ട് കേസ് ഉണ്ടായിരുന്നു. ആ സൂട്ട് കേസ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ തുറന്നിട്ട് അതിനകത്ത് നിന്ന് കുറേ പാറക്കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നു. കുറേ പാറക്കല്ല്, ഇതാണ് മറ്റേ കല്ല്, ഇതാണ് മറിച്ച കല്ലെന്ന് പറഞ്ഞു. ട്രംപ് ഇതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ ബലൂചിസ്ഥാനിലുണ്ട്, നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ഖനനം ചെയ്യാം എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. യവന്മാർക്ക് രണ്ടുണ്ട് ഉദ്ദേശം. ഒന്നാമത്തെ കാര്യം, യവന്മാർക്ക് തന്നെ അറിഞ്ഞുകൂടാ അവിടെ റെയർ എർത്ത് മെറ്റൽ ഉണ്ടോ എന്നുള്ളത്. റെയർ എർത്ത് മെറ്റൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാതെ യവന്മാർ അമേരിക്കയെ അങ്ങോട്ടേക്ക് വിളിക്കുന്നതിൻ്റെ കാര്യം, അവിടെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉള്ളത്. മുകളിൽ ഖൈബർ പഖ്തൂൺഖയിലാണ് തെഹ്രീക്കെ താലിബാൻ ഉള്ളത്. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പിരിച്ചെടുക്കാനായിട്ട് നടക്കുകയാണ്. മുകളിൽ തെഹ്രീക്കെ താലിബാൻ ഖൈബർ പഖ്തൂൺഖ പിരിച്ചെടുക്കാൻ നോക്കണം. അപ്പോൾ അമേരിക്ക അവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ അടിച്ചു ചുരുട്ടും എന്നാണ് പാകിസ്ഥാൻ വിചാരിച്ചിരിക്കുന്നത്. ഓൾറെഡി പാകിസ്ഥാനെ യവന്മാരെ അടിച്ചു ചുരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈനികന് പോലും അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അസീം മുനീർ എന്ത് ചെയ്യും? അസീം മുനീറിന് താല്പര്യമില്ലാത്ത സൈനികന്മാരെ എല്ലാം ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുള്ള ഈ ബലൂചിസ്ഥാനിലോട്ട് അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യും. അങ്ങനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ പിന്നെ അവന്മാർ ശവപ്പെട്ടിയിലാണ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് ഈ പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്ന് ഒരുപാട് പേര് രാജിവെച്ച് പോയി എന്നുള്ള റിപ്പോർട്ടും ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പുറത്തു വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക ബലൂചിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടുണ്ട് ഗുണം. ഒന്നാമത് അവിടെ കുഴിക്കുകയും ചെയ്യാം, രണ്ടാമത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ അടിച്ചൊതുക്കുകയും ചെയ്യാം. ഈ BLA എന്ന് പറയുന്ന ആ സാധനത്തിനെ ഇപ്പോൾ അമേരിക്ക എന്ത് ചെയ്തു?
തീവ്രവാദ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. ഇതിന് ശേഷം ഇങ്ങനെയാണ് കളി പോകുന്നത്. തീവ്രവാദ പട്ടികയിൽ പെടുത്തി ചൈന എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്യും? അമേരിക്ക പാകിസ്ഥാനിലേക്ക് വരുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ചൈനയ്ക്ക് ഒന്ന് ബാക്കൗട്ട് അടിക്കേണ്ടി വരും. അപ്പോൾ ഈ ദേശീയം എല്ലാം കൂടെ ചൈന ഇങ്ങനെ കടിച്ച് പൊടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കാണാൻ യുവമാർ കാബൂളിലോട്ട് ഒരു ആക്രമണം നടത്തുന്നു. ഇത് തന്നെടാ തക്കം എന്ന് പറഞ്ഞുകൊണ്ട് FPV ഡ്രോൺസ് കൊടുത്തിട്ട് കയറി അടിയിടാ മക്കളെ എന്ന് പറഞ്ഞ് അടിച്ച് ചൂരിട്ടി പണ്ടാരം അടക്കി സമ്പൂർണ്ണമായിട്ട് തൊലച്ച് കളഞ്ഞു പാകിസ്ഥാനെ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. അമേരിക്കയൊന്നും മിണ്ടിയിട്ടില്ല. ഇന്ത്യക്ക് നേരെയാണ് ഇവന്മാർ വരുന്നത്, ഇന്ത്യയാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ചൈനയ്ക്ക് നേരെ വരാൻ പറ്റില്ല. ചൈനയ്ക്ക് നേരെ എന്തെങ്കിലും ഒരു ചെറുവല്ല അനക്കി കഴിഞ്ഞാൽ ചൈന അപ്പം തന്നെ എടാ ഞാൻ തന്ന പൈസ എല്ലാം തിരിച്ചു പെട്ടെന്ന് എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നാൽ പാകിസ്ഥാൻ അത് താങ്ങാനുള്ള ശേഷിയില്ല. കാരണം ചൈന അങ്ങനെയാണ് പല രാജ്യങ്ങളെയും ഡെഡ് ട്രാപ്പിൽ പെടുത്തുന്നത്. അങ്ങനെ ഡെഡ് ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാൻ മുച്ചൂടും മുടിയും. കാരണം പാകിസ്ഥാനിൽ സമ്പൂർണ്ണമായിട്ട് അരാജകത്വം വന്നു കഴിഞ്ഞു. ഒരു സൈഡിൽ നിന്ന് താലിബാൻ അടി തുടങ്ങി, അപ്പുറത്തെ സൈഡിൽ നിന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കറാച്ചിയിലാണെങ്കിൽ കഴിഞ്ഞ ദിവസം TLP എന്ന് പറയുന്ന പുതിയൊരു സംഘടന, ഏതൊക്കെയുടെ ഇതൊക്കെ ഏതൊക്കെ എന്ന് പറഞ്ഞൊരു സംഘടന ഈ ഗാസ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങി പോലീസുകാരന്മാരെല്ലാം ചവിട്ടി പുറത്താക്കി അവന്മാരെ വണ്ടി എടുത്തുകൊണ്ട് ഓട്ടിച്ച് കളിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇടയിൽ കൂടെ നമ്മൾ ഇമ്രാൻഖാൻ എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ, ഷഹബാസ് ഷെരീഫിന് മുമ്പുള്ള, അവൻ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ അവൻ പ്രകൃതി വിരുദ്ധ പീഡനത്തിനൊക്കെ ഇരയായെന്നാണ് പറയുന്നത്. തമ്പുരാന് മാത്രം അറിയാം. അവൻ്റെ ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടി ഇപ്പോൾ യമനെ പുറത്തിറക്കാനായിട്ട് ജയിൽ പൊളിക്കാനായിട്ട് കുറേ എണ്ണം കമ്പും കുറുവടിയൊക്കെ ആയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. തക്കം കിട്ടിയ ജയിൽ പൊളിച്ച് യവനെ പ്രധാനമന്ത്രിയാക്കണമെന്ന് പറയുന്നുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ഒരു ഗതികേട്. അപ്പോൾ അതിനിടയിലാണ് ചൈന കൂടെ ഇപ്പോൾ പാകിസ്ഥാനെ അടിച്ച് ചുരുട്ടാനായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. എന്തായിരുന്നാലും പാകിസ്ഥാൻ ഈ താലിബാൻ്റെ കയ്യിൽ നിന്നും അടി വാങ്ങിച്ചിട്ട് അവരുടെ 200 സൈനികരെയാണ് നമ്മൾ അച്ചം പുച്ചം കൊന്നു കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് തെളിവൊന്നുമില്ല. പക്ഷേ പാകിസ്ഥാനിൽ നിന്നും ഇവന്മാരുടെ കംപ്ലീറ്റ് ആയുധങ്ങളും പിടിച്ചുകൊണ്ട് താലിബാൻ അപ്പുറത്തോട്ട് ചെന്നിട്ടുണ്ട്. തോക്കും അതും ഇതും ചപ്പും ചവറും എല്ലാം, അതായത് കൃത്യമായിട്ടുള്ള തെളിവുകളോടെയാണ് അഫ്ഗാനിസ്ഥാൻ വാദിക്കുന്നത്. എന്നാൽ 200 താലിബാൻകാരെ കൊന്നതിന് യാതൊരുവിധ തെളിവും, അറ്റ്ലീസ്റ്റ് അവരുടെ ഡെഡ് ബോഡിയെങ്കിലും അതൊന്നും തന്നെ പാകിസ്ഥാൻ്റെ കയ്യിലില്ല എന്നുള്ളതും മറ്റൊരു കാര്യം. എന്തായിരുന്നാലും വരുന്ന ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു ആക്രമണം പാകിസ്ഥാൻ താലിബാനിലേക്ക് നടത്തുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ്റെ ഗതി അതോ ഗതിയാകും എന്നുള്ള കാര്യത്തിലും വലിയ സംശയമൊന്നും വേണ്ട. ഉറപ്പായിട്ടും പാകിസ്ഥാനെ വലിച്ച് കീറുവന്മാർ. അപ്പോൾ ശരി.